കലോത്സവത്തിൽ ചവിട്ടുനാടകം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് നേടിയ ഗുരുകുലം ഹൈസ്കൂളത്തെ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിയാം. ഹലോ, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കണം, അപ്പൊ എങ്ങനെയാണ് ഒരു ഫീലിംഗ്? ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തതാണ്, അതൊക്കെ പേസ് ഓഫ്, അതിൻ്റെയൊക്കെ ഒരു ഗുണം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂൾ ആയാലും 20 പേരാണെങ്കിലും ഒറ്റ മനസ്സാണ്. അതിൻ്റെ ഒരു ഫലം ഇവിടെ കിട്ടി. നല്ല സന്തോഷമുണ്ട്. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആണ് ഇതൊക്കെ? ഒരു 5 മാസം 6 മാസത്തോളമായി. 6 മാസത്തോളം എല്ലാവരും ഒരുപോലെ നിന്ന് ചെയ്തതിന്റെയാണ്. ഭയങ്കര സന്തോഷം. ഈ ആവേശത്തിൽ പരിചയപ്പെടാൻ മറന്നു. പേര് മാളവിക. മാളവിക എത്രയില് പഠിക്കുന്നത്? 8ല്. പൂർണിമ 9th. സഞ്ജന 9th. അമൃത 10th. നിഹാരിക 9th. മാളവിക 10th. അവിടെയോ? അനഘ 9th. ആര്യ 10th. അവന്തിക 10th. അഭിരാമി 8th. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ആരെ പഠിപ്പിച്ചതൊക്കെ? നിങ്ങൾ തന്നെ പഠിച്ചാണോ? വെളിയിൽ ആശാനുണ്ട്, തമ്പി ആശാൻ. മാഷാണ് നിങ്ങൾ പഠിപ്പിച്ചത്. കാളസ്മാൻ. കഥയാണ് അവതരിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിലോട്ട് വന്നത്? ഈ ഒരു സ്കൂളിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ സാറിനെയാണോ സെലക്ട് ചെയ്തത്? അതെ. നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഈ ആവേശകരമായ പെർഫോമൻസിന് ഒരു സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവർക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ കാൾസ്മാനായിട്ട് വേഷിട്ട കുട്ടിയുടെ അമ്മയാണ്. ടീച്ചേഴ്സ് ആരോടുള്ള? അപ്പൊ സാറാണ് അവര് ടീച്ചർ. അപ്പൊ സാറ് സപ്പോർട്ട്. സാർക്ക് ഫസ്റ്റ് കിട്ടി. സാർക്ക് ഇപ്പൊ എന്താ ഫീലിംഗ്? എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. കാരണം വെച്ചാൽ സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ തന്നെയാണ് വരാറ്. കാരണം വെച്ചാൽ ജില്ലാ തലത്തിൽ ഫസ്റ്റ് അടിക്കുന്നത് ചവിട്ടുനാടത്തിൽ BSS ഗുരുകുലം സ്കൂളിൽ തന്നെയാണ്. 10ാമത്തെ വർഷത്തോളാണ് ഞങ്ങൾക്ക്. അതെ, ഇതൊരിപ്പോ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുമല്ലോ. കാരണം 3 വർഷം 8, 9, 10 അത്ര ലെവല്ലോ. അത് കഴിഞ്ഞാൽ 11 മാറും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ വന്നുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആര് വന്നാലും ഗുരുകുലത്തിന് തന്നെ ഫസ്റ്റ്. ഗുരുകുലം 10 വർഷമായിട്ട് ഫസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, ചവിട്ടുനാടകം ഫസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അതിന് ഇൻചാർജുള്ള ടീച്ചേഴ്സ് വേറെ ഉണ്ട്. പിന്നെ തമ്പി പയ്യപ്പള്ളി ഗോതുരത്ത് നിന്നുള്ള സാറാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ അവരാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട്. ടീം മാനേജേഴ്സ് ആണ്. ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പാക്ക് പിള്ളേരാണ്. കാരണം ഞാൻ ഇനി ഒന്ന് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേ എനർജിയിൽ പൊട്ടൻഷ്യലിൽ അവർ കളിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസമുണ്ട്. ഇതിന്റെ ഡബിൾ സ്ട്രോങ് എനർജിയിലായിരിക്കും ഹയർ സെക്കൻഡറി കളിക്കാൻ പോകുന്നത്. ഇവിടെ കോരിത്തരിക്കും എന്തായാലും. ഏത് ടീം കളിച്ചു കഴിഞ്ഞാൽ ഒരു കളി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സ്റ്റേജിൽ വീഴുണ്ടാവും. പക്ഷെ നമ്മുടെ പിള്ളേർ അങ്ങനെയല്ല, അത് കഴിഞ്ഞാൽ ഓടും. അതാണ് ഒരു പ്രത്യേകത. കാരണം വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഒരു കളി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് ഓടിയിട്ട് വരും. അപ്പൊ അത്രയും എനർജി എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും എനർജി ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും ചെറുതായിട്ട്? നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ്? നിങ്ങളുടെ അഴകിന് മിഴിവേകുന്നത് എന്താണ്? നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ്? അതെ, അത് വസ്ത്രങ്ങളാണ്. 35 വർഷത്തെ പാരമ്പര്യമുള്ള ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ. ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങിയ ഏത് തരം വസ്ത്രങ്ങൾക്കും ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ശ്രീകൃഷ്ണപുരം. കൂടാതെ കേരളത്തനിമ വിളിച്ചോതുന്ന തനിനാടൻ കൈത്തറി വസ്ത്രങ്ങളും. ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം, ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡിന് സമീപം, ശ്രീകൃഷ്ണപുരം.